മിടുക്ക് ഉണ്ടായിരുന്നുവെന്ന് ഡിജിപി തന്നെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്നും ഡിജിപി വ്യക്തമാക്കുകയുണ്ടായി. എന്നിട്ടും കോൺഗ്രസും അതുപോലെ തന്നെ ബിജെപി ഉൾപ്പെടെയുള്ളവരും ഇപ്പോഴും ആഭ്യന്തര വകുപ്പിനെ കുറ്റം പറയുന്നു, പോലീസിനെ കുറ്റം പറയുന്നു, കേസന്വേഷണം തെറ്റായ ദിശയിലാണെന്ന്. ഇതെന്തുകൊണ്ടാണ് എന്നാണ് ഭരണപക്ഷത്തെ പ്രതിനിധീകരിച്ചുള്ള രാജു എബ്രഹാം അല്പം മുമ്പ് ചോദിച്ചത്. തിരുനെൽവേലിയിലെ കോടതിയിൽ രണ്ട് പ്രധാനപ്പെട്ട ഗുണ്ടകൾ ഹാജരായതുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ മിടുക്കുണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു. കാരണം കേരള പോലീസും അതിന്റെ ഉന്നത തലങ്ങളിലിരിക്കുന്ന ആളുകളും നന്നായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നടത്തിയ ഒരു നാടകമാണ് ഇന്നത്തെ ഈ കീഴടങ്ങൽ. ഇന്നലെ ഏഷ്യാനെറ്റിലൂടെ വന്ന പ്രസാദ് എന്ന് പറയുന്ന പണിക്കാരന്റെ വെളിപ്പെടുത്തലും കത്തിവണിത പ്രസാദിന്റെ വെളിപ്പെടുത്തലും ഇന്ന് നിയമസഭ തുടങ്ങുന്നതുമാണ്. ഈ രണ്ടുപേരും ആരാണ് അവരെ ഒളിപ്പിച്ചു വെച്ചിരുന്നത്, ആരാണ് അവർക്ക് സംരക്ഷണം കൊടുത്തിരുന്നത്, ആരാണ് കേരളത്തിൽ നിന്ന് ഈ കുറ്റകൃത്യം നടന്നതിന് ശേഷം അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തത്, ആരാണ് അവർ സഞ്ചരിച്ചിരുന്ന കാറിലുണ്ടായിരുന്ന മെറ്റീരിയൽസ് കൊണ്ടുപോകാൻ വേണ്ടി ചവറ പോലീസിനെ വിളിച്ച് സ്വാധീനിച്ച് അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തത്, അവരെല്ലാവരും കൂടി നിൽക്കക്കള്ളി ഇല്ലാതായപ്പോൾ ഈ രണ്ടുപേരെയും അവിടെ കോടതിയിൽ ഹാജരാകാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ പ്രതികൾക്ക് തിരുനെൽവേലി കോടതിയിൽ ഹാജരായതുകൊണ്ട് ഒരു പ്രത്യേക അഡ്വാൻറ്റേജും ഇല്ല. കാരണം അവർക്ക് അവിടെ നിന്ന് ജാമ്യം ലഭിക്കാൻ പോകുന്നില്ല. ഈ 2004 കൊലപാതക ശ്രമ കേസ് വഞ്ചിയൂർ കോടതിയിലാണെങ്കിൽ ജാമ്യം ലഭിക്കുന്നത് അവിടെ നിന്ന് മാത്രമാണ്. ഈ പറയുന്ന തിരുനെൽവേലി കോടതിയിൽ നിന്ന് കേരള പോലീസ് അവരെ വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പോലീസിന് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവരെ വേണം എന്ന് പറയുമ്പോൾ കേരള പോലീസിന് വഞ്ചിയൂർ കോടതി ഇവരെ വിട്ടുകൊടുക്കുക. ഇതൊക്കെ സാധാരണ ക്രിമിനൽ നടപടിക്രമങ്ങളാണ്. പിന്നെ എന്തുകൊണ്ട് അവർ തിരുനെൽവേലി കോടതിയിൽ പോലും ഹാജരായി? ഒരു പ്രയോജനവുമില്ലാത്ത കാര്യത്തിന്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, കേരള പോലീസിനെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, കേരള പോലീസ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യും, ഞങ്ങളെ എൻകൗണ്ടറിൽ ചിലപ്പോൾ കൊലപ്പെടുത്തും, അല്ലെങ്കിൽ ഞങ്ങളുടെ തലയിൽ ഒരുപാട് കേസ് കെട്ടിവെക്കും എന്നൊക്കെയുള്ള ഈ നാടകത്തിലെ സംഭാഷണമായിട്ട് പറയാൻ കൊള്ളാം. എന്നല്ലാതെ ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ ആറ്റിങ്ങലിൽ നിന്നും വർഗീസ് എന്നൊരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വർഗീസ്, താങ്കൾക്ക് പറയാം, ഈ കേസ് അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണോ പോകുന്നത്? ഉന്നതതലത്തിലുള്ള ഇടപെടൽ ഈ കേസിന്റെ അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നുണ്ടോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഉന്നതതലത്തിലുള്ള ഫണ്ട് ഏഷ്യാനെറ്റ് പുറത്തു കൊണ്ടുവന്ന വലിയൊരു തെളിവാണ്. അതുപോലെ ഇന്ന് മനോരമ ന്യൂസിൽ ഈ കാര്യ സതീഷിന്റെ വീട്ടില് ഈ ആയുധം കൊണ്ടുവെക്കുന്നത് നല്ല വ്യക്തമായിട്ട് കാണിക്കുകയുണ്ടായി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു, ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതൊരു നാടകം, ഈ ഗവൺമെന്റ് ഒരു നാടകം കളിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് ഉന്നതതലത്തിൽ. നന്ദി വർഗീസ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിന്. ഇപ്പോൾ ബിജെപി നേതാവ് എം ടി രമേശ് തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ രമേശ്, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പ്രത്യാരോപണങ്ങളാണ് ഈ സംഭവത്തിൽ നടക്കുന്നത്. എന്തായാലും ഇന്ന് രണ്ട് ഗുണ്ടാ തലവന്മാർ കീഴടങ്ങിയതോടെ ഈ കേസിൽ നിർണായക സൂചന പോലീസിന് കിട്ടുമെന്നാണ് ആഭ്യന്തര വകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്, പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. ബിജെപി ഇപ്പോൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആർഎസ്എസിനെതിരെയും ആരോപണം സിപിഎം സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചിരുന്നുവല്ലോ. ഇപ്പോൾ സംശയങ്ങൾ എല്ലാം ഒഴിഞ്ഞ് നേരായ രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്ന് ബിജെപി കരുതുന്നുണ്ടോ? ഇപ്പൊ നേരായ രീതിയിൽ അന്വേഷണമല്ല നടക്കുന്നത്. മാധ്യമങ്ങളുടെ ഇടപെടലുള്ളതുകൊണ്ട് കേരളത്തിൽ ചില സത്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഇവിടെ എസ് ആകൃതിയുടെ കത്തയുടെ പേര് പറഞ്ഞുകൊണ്ട് ആർഎസ്എസിന്റെ തലയിൽ ഇത് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വ ശ്രമം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ നടത്തിയ ആ ശ്രമത്തിന്റെ തുടർച്ചയാണ് രാജു എബ്രഹാം വീണ്ടും പറഞ്ഞത്. കോട്ടയത്തെയും ചങ്ങനാശ്ശേരിയും ആൾക്കാർക്ക് കാര്യ സതീശൻ ആരാണെന്നും ഈ പറയുന്ന ആളുകൾ ആരാണെന്നും എല്ലാം അറിയാം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായുള്ള ധാരണ ഇക്കാര്യത്തിലുണ്ടായിരുന്നു. സത്യത്തിൽ ഇതുണ്ടായത് സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വവും ആഭ്യന്തര വകുപ്പും ഈ ഐജിയും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചനയാണ് ഈ സംഭവത്തിന്റെ പിറകിലൊക്കെയുള്ളത്. ഇപ്പോൾ നേരത്തെ ശ്രീ വി ഡി സതീശൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികളുടെ കീഴടങ്ങലും മറ്റൊരു നാടകമാണ്. പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഉണ്ടാക്കിയതിനു ശേഷം, അവർക്ക് നിയമപരമായി രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പഴുതുകളും സൃഷ്ടിച്ചതിനു ശേഷം ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇതിൽ നിന്ന് വീണ്ടും ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം എന്നതിനപ്പുറത്ത് ഈ കീഴടങ്ങിൽ യാതൊരു കാര്യമില്ല. തിരുനെൽവേലിയുള്ള പ്രതികളെക്കുറിച്ച് തിരുവനന്തപുരത്തെ പോലീസുകാർക്ക് എന്താ യാതൊരു വിവരം കിട്ടാതെ പോയത്? ഈ പോലീസുകാരല്ലേ 4 ദിവസം മുമ്പ് ഒട്ടാകെ പ്രചരിപ്പിച്ചത് ഇവർ വിദേശത്താണ് എന്ന്? ഇവിടെ പിടികൂടപ്പെടുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചത്?
ഇന്ത്യ വിട്ടു എന്നല്ലേ ഈ പോലീസുകാർ പ്രചരിപ്പിച്ചത്? അപ്പൊ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം തൊട്ടപ്പുറത്തുള്ള ആളെപ്പോലും കണ്ടെത്താനോ പിടികൂടാനോ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവം എന്നല്ലാതെ മറ്റെന്തെങ്കിലും പറയാൻ സാധിക്കുമോ? കേരളത്തിലെ രമേശ്, ഇപ്പോൾ തിരുനെൽവേലിയിൽ ഞങ്ങളുടെ പ്രതിനിധി വിമൽജി നാഥ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. പോൾ മുത്തൂറ്റ് വധക്കേസിൽ പോലീസ് അന്വേഷിക്കുന്ന ഗുണ്ടാത്തലവന്മാരായ ഓംപ്രകാശും പുത്തൻപാലം രാജേഷും ഇന്ന് രാവിലെയാണ് തിരുനെൽവേലി കോടതിയിൽ കീഴടങ്ങിയത്. 2004 ഒരു കൊലപാതക ശ്രമ കേസിലായിരുന്നു ഈ കീഴടങ്ങൽ. തിരുനെൽവേലിയിൽ നിന്ന് വിമൽജി നാഥിന്റെ റിപ്പോർട്ടിലേക്ക്. കേരള പോലീസിനെ കഴിഞ്ഞ കുറെ ആഴ്ചകളായി വട്ടം കറക്കിയ 2 കുപ്രസിദ്ധ ഗുണ്ടാത്തലവന്മാർ ഓംപ്രകാശും പുത്തൻപാലം രാജേഷിനെയും തടവിൽ പാർപ്പിച്ചിരിക്കുന്ന പാളയംകോട്ടെ സെൻട്രൽ ജയിലാണിത്. ഇന്ന് രാവിലെ 11:30യോടെയാണ് ഇവർ പാളയംകോട്ടെ സബ് കോടതിയിൽ ഹാജരായത്. ഇരുവരെയും വെള്ളിയാഴ്ച വരെ കോടതി റിമാൻഡിൽ വെച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഇവരെ ഏറ്റുവാങ്ങാനെത്തിയ ഡിസിപി ജോളി ചെറിയാൻ നേതൃത്വമുള്ള പോലീസ് സംഘത്തിന് ഇന്ന് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. കോടതി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷം വെള്ളിയാഴ്ച ഇവരെ തിരികെ ഏറ്റുവാങ്ങുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും ഈ കുപ്രസിദ്ധ ഗുണ്ടാത്തലവന്മാർ പാളയംകോട്ടെ ഈ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണിപ്പോൾ. പാളയംകോട്ടെ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്നും ക്യാമറമാൻ സജയകുമാറിനൊപ്പം വിമൽജി നാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പോൾ ജോർജ് മുത്തൂറ്റ് വധക്കേസിന്റെ അന്വേഷണം ഫോക്കസ് തുടരുന്നു. ശ്രീ എം ടി രമേശ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരള പോലീസിൽ നിന്ന് അന്വേഷണം എടുത്തു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? മറ്റൊരു ഏജൻസി ഈ കേസ് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് കേരളത്തിലെ പോലീസ് ഇത് അന്വേഷിച്ചാൽ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ആഭ്യന്തര വകുപ്പിന് താൽപര്യമുള്ളൊരു കേസാണിത്. ഈ കേസിലെ ആളുകൾ, പ്രധാനപ്പെട്ട പ്രതികൾക്കൊക്കെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ടും മന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായിട്ടുമുള്ള ബന്ധമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന് താൽപര്യമുള്ളൊരു കേസ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ബന്ധുക്കൾക്ക് താൽപര്യമുള്ളൊരു കേസ് എങ്ങനെ പൂർണ്ണമായും തെളിയിക്കാൻ സാധിക്കും? അങ്ങനെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അപ്പുറത്ത് പോയിട്ട് കേസ് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനമൊക്കെ കേരളത്തിലെ പോലീസിലുണ്ട് എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. മാത്രമല്ല, രണ്ടാമതൊരു സംഭവം നടന്നിരിക്കുന്നത്, ഇവിടെ കേസ് അന്വേഷണ സംഘത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒരു കൊല്ലന്റെ ആലയിൽ പോയിട്ട് കൃത്രിമമായിട്ട് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ആ അന്വേഷണ സംഘം ഇങ്ങനെ കൃത്രിമമായിട്ട് തെളിവുണ്ടാക്കുകയും പ്രതികൾക്ക് ഭാവിയിൽ കോടതിയിലെത്തിയാൽ അവർക്ക് പൂർണ്ണമായിട്ടും രക്ഷപ്പെടാൻ സാധിക്കുകയും ഈ അന്വേഷണം തേച്ചുമാച്ച് കളയാനൊക്കെ പരിശ്രമിക്കുന്ന നേരത്തെ രാജു എബ്രഹാം സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് വരാം. അദ്ദേഹം പറയുന്നത് ഇത്തരം കേസുകളിലൊക്കെ, ക്രിമിനൽ കേസുകളിലൊക്കെ സാധാരണമായ ഒരു കാര്യം മാത്രമാണ് ഇത്. അതായത് ചില കേസുകളിൽ ആയുധം കണ്ടെടുക്കാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ ഇത്തരം പ്രവൃത്തികൾ പോലീസ് സാധാരണയായി ചെയ്യാറുണ്ട്. അങ്ങനെ ഇതിനെ കണ്ടാൽ മതി എന്നാണ് ഭരണപക്ഷ MLA ആയ രാജു എബ്രഹാം നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ചില കേസുകളിലൊക്കെ പോലീസുകാർ അങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇവിടെ അതല്ലല്ലോ പ്രശ്നം. ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ IG പത്രസമ്മേളനം നടത്തി പറയുന്നു, കത്തിയുടെ ആകൃതി പറയുന്നു. അങ്ങനെ ആകൃതിയിലുള്ള ഒരു കത്തി ഉണ്ടാക്കാൻ ഒരു CI ഒരു കൊല്ലന്റെ ആലയിൽ പോകുന്നു. അത് കഴിഞ്ഞ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഈ കത്തി RSSകാർ ഉപയോഗിക്കുന്ന കത്തിയാണ്. ഇതൊക്കെ പരസ്പരം കൂട്ടി വായിക്കേണ്ടതല്ലേ? അപ്പൊ ഈ അന്വേഷണം മറ്റെവിടേക്കെങ്കിലും തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവ്വം